കേരളത്തിൽ ആളുകൾ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് കൂടി, ഹോട്ടലുകൾ, തട്ടുകടകൾ, ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നത് കൂടി എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഉദര സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സംശയമില്ല, ഉണ്ടല്ലോ. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് കഴിഞ്ഞൊരു 30 വർഷം കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ പുറത്തു പോയി കഴിക്കുന്നത് ഒരു ലക്ഷറി ആയിരുന്നു, ഇന്ന് പുറത്തു പോയി കഴിക്കുന്ന ഒരു നെസസിറ്റിയാണ്. അപ്പോൾ അത്രയും നമ്മൾ മാറി. കാരണം വീട്ടിലാരും ഉണ്ടാക്കുന്നില്ല, മജോറിറ്റി ആൾക്കാർക്കും ഫുഡ് പോയി കഴിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിലൊന്നൊരു ഹോട്ടലിൽ കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി പറയണമെങ്കിൽ എത്ര മാസം മുമ്പേ അച്ചോടൊക്കെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നേരത്തെ ഒരു കൊണ്ടുപോകും. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എൻ്റെ പിള്ളേരൊക്കെ ഓൾമോസ്റ്റ് ആഴ്ചയിൽ എത്ര ദിവസമാണ് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ തന്നെയാണ് എല്ലായിടത്തും എന്നുള്ളത് നമുക്കറിയാം. കാരണം അത് കൾച്ചർ മാറിപ്പോയി. അപ്പോൾ കൾച്ചർ മാറിയതിൻ്റെ ഫലമായിട്ട് ആ ഫുഡ് ഹാബിറ്റ്സ് മാറി. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞായിരുന്നു എന്തുകൊണ്ട് ക്യാൻസർ കൂടുന്നു. ലൈഫ് സ്റ്റൈൽ ഹാസ് ചേഞ്ച്. ലൈഫ് സ്റ്റൈലിനകത്ത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും കൂടും. നമ്മൾ 30-40 വർഷം മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിനകത്ത് നിന്ന് ടോട്ടലി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ മാറി, അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാറി, അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ, റീസൈക്കിൾ ചെയ്തിട്ടുള്ള ഓയിലുകൾ, കെമിക്കലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട് പലതിനകത്തും. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ പല ഗ്രേഡുകളുള്ളതുകൊണ്ട് അത്രയും നല്ല അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ക്യാൻസറിന് കാരണമാകും. കാരണം ക്യാൻസർ എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസീസാണ്. ജനറ്റിക് നമ്മൾ പറയുമ്പോൾ അത് പാരമ്പര്യമായിട്ട് വരുന്നതല്ല, ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ, സോമാറ്റിക് മ്യൂട്ടേഷൻസ് ഞങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്? നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഡെയിലിയിൽ നമ്മൾ എക്സ്പോസ്ഡ് ആകുന്ന പല സംഭവത്തിനകത്താണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇമ്പാക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമ്മുടെ സെല്ലുകളിലുള്ള DNA ഡാമേജ് വരികയും അതിൻ്റെ ഫലമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഡെഫിനറ്റ്ലി ആഡ്സ് ടു യുവർ റിസ്ക്. അപ്പോൾ അത് തന്നെയാണ് വലിയൊരു കാര്യം.